കഴിഞ്ഞ വർഷം തിയേറ്റർ റിലീസായ ചിത്രങ്ങൾ വെച്ച് ആരാണ് മികച്ച നടൻ എന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത്രയേറെ മികച്ച വേഷങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രകടനങ്ങളിൽ ഗംഭീരമെന്ന് തോന്നിയവയെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം. രണ്ട് സിനിമകളിൽ പൃഥ്വിരാജിന്റെ ക്യാപ്റ്റനിലെ VP സത്യനും രഞ്ജിത് ശങ്കറിന്റെ ഞാൻ മേരിക്കുട്ടിയിലെ മേരിക്കുട്ടിയും. ജയസൂര്യ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച രണ്ട് പ്രകടനങ്ങളായിരുന്നു. അതിൽ തന്നെ കളിക്കളത്തിന് പുറത്തുള്ള VP സത്യനെ ഗംഭീരമാക്കിയിട്ടുണ്ട്. വീടിനകത്തുള്ള സീനിലൊക്കെ ഇതുവരെ കാണാത്തൊരു ജയസൂര്യയെ ലഭിച്ചിട്ടുമുണ്ട്. അങ്ങനെ വിജയിച്ച് നിൽക്കാൻ ജയസൂര്യക്ക് പറ്റില്ല. ജോസഫ് എന്ന പോലീസ് ഓഫീസറുടെ ഓരോ കാലത്തെയും അവിസ്മരണീയമാക്കി വെച്ചിട്ടുണ്ട് പത്മകുമാറിൻ്റെ ജോസഫിൽ ജോജു. പാട്ട് സീനുകളിൽ, ഇമോഷൻ സീനുകളിലൊക്കെ ഒരു കഥാപാത്രത്തെ അത്രത്തോളം ആവാഹിച്ച പ്രകടനം. കഴിഞ്ഞ വർഷത്തെ ഞെട്ടിച്ച പ്രകടനങ്ങളിലൊന്ന് എന്നുറപ്പിച്ച് പറയാവുന്നത്. കഥ അവിടെയോ അവസാനിക്കുന്നില്ല. VC അഭിലാഷിൻ്റെ ആളൊരുക്കത്തിലെ ഇന്ദ്രൻസിൻ്റെ പപ്പു പിഷാരടി മകനെ അന്വേഷിച്ചുള്ള യാത്രയിൽ ആ മനസ്സിനൊപ്പം തന്നെ കൊണ്ടുപോകുന്ന പ്രകടന മികവ്. പ്രത്യേകിച്ച് രണ്ടാം പകുതിയിലെ ആ ഫ്ലാറ്റിലെ സീനുകളിലൊക്കെ ഒരച്ഛനെ അദ്ദേഹത്തിൻ്റെ ആദികളെ അത്രമേൽ മികച്ച രീതിയിൽ ചെയ്തു വച്ചിട്ടുണ്ട്. കുട്ടനാട്ടിൽ പോസ്റ്റ്മാനായി വന്ന ആളിൻ്റെ മനോവിഷമങ്ങൾ പെയ്തൊഴിയുന്ന മഴയ്ക്കൊപ്പം പകർന്നു തന്ന രഞ്ജി പണിക്കർ. ജയരാജ് സംവിധാനം ചെയ്ത ഭയാനകത്തിലെ വേഷം, യുദ്ധത്തിൻ്റെ ഓർമ്മകൾ, ഭീതികൾ, ഇന്നത്തെ നിസ്സഹായതകളൊക്കെ അതിഗംഭീരമായി ചെയ്തു വച്ചിട്ടുണ്ട്. നിവിൻ പോളി എന്ന നടനിലെ അഭിനേതാവിനെ അടയാളപ്പെടുത്തിയ ചിത്രം ഏതായിരിക്കുമെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാനുള്ളത് കൂടെ കഴിഞ്ഞ വർഷം സമ്മാനിച്ചിട്ടുണ്ട്. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഹേ ജൂഡിലെ കഥാപാത്രം. അനായാസകരമായി ആ റോൾ നിവിൻ പോളി ചെയ്തു വെച്ചിട്ടുണ്ട്. മത്സരം ഇവിടെയും അവസാനിക്കുന്നില്ല. കമ്മാര സംഭവത്തിലെ കമ്മാരനെ ഗംഭീരമായി അവതരിപ്പിച്ച ദിലീപ്. ചതിയുടെ ക്രൂരതയുടെ മുഖം കമ്മാരനിലൂടെ കാണിച്ചു തരുമ്പോൾ ദിലീപ് എന്ന നടന് കിട്ടിയ മികച്ച വേഷം കൂടെയാണത്. കുട്ടൻപിള്ളയുടെ ശിവരാത്രിയിലെ കോൺസ്റ്റബിൾ കുട്ടൻപിള്ളയെ അവതരിപ്പിച്ച സുരാജ് വെഞ്ഞാറമൂട്. ആ സ്വഭാവത്തെ, അതിൻ്റെ വകഭേദങ്ങളെ മികച്ച രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട് സുരാജ്. 3 ചിത്രങ്ങളിലെ പ്രകടനവുമായി ഫഹദ് ഫാസിലുമുണ്ട്. കാർബൺ എന്ന നേതൃത്വത്തിലെ നിധി തേടി പോകുന്ന സിബിയെ മികച്ചതാക്കിയപ്പോൾ വരത്തനിൽ പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ പ്രതികരണങ്ങൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. വർഷാവസാനം വന്ന ഞാൻ പ്രകാശനിലും പ്രകടന മികവ് കൊണ്ട് ഞെട്ടിച്ചിട്ടുണ്ട് ഫഹദ് ഫാസിൽ. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഈ മായവിലെ ചെമ്പൻ വിനോദിനെ കൂടെ പരിഗണിക്കാതെ പിന്നെന്ത് ലിസ്റ്റ്. കഥയുടെ ഓരോ ഘട്ടത്തിലും മികവ് തെളിയിക്കുന്ന ഒരു അസാമാന്യ പ്രകടനം കാണാം ചെമ്പൻ വിനോദ് ജോസിൽ. സുഡാനി ഫ്രം നൈജീരിയയിലെ സൗബിനെയും കുപ്രസിദ്ധ പയ്യനിലെ ടൊവിനോയും കൂടെ ഇതിനൊപ്പം ചേർത്ത് വയ്ക്കുന്നു. എല്ലാം പരിഗണിച്ച് നോക്കുകയാണെങ്കിലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച 5 പേരുടെ പേരുകൾ പറയാൻ പറഞ്ഞാൽ ജയസൂര്യ, ജോജു, രഞ്ജി പണിക്കർ, ഇന്ദ്രൻസ്, ചെമ്പൻ വിനോദ് ജോസ്, അവരുടെ കൂടെ തന്നെ നിവിൻ പോളിയെയും ഫഹദ് ഫാസിലിനെയും കൂടെ ചേർത്ത് വയ്ക്കുന്നു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട പ്രകടനങ്ങളെക്കുറിച്ച്, ഇഷ്ടപ്പെട്ട നായക പ്രകടനങ്ങളെക്കുറിച്ച്, അവരെക്കുറിച്ചുള്ള അവരുടെ പേരുകളൊക്കെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി മൻസൂർ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മികച്ച നായിക പ്രകടനങ്ങളുമായി കാണും വരെ ബൈ ബൈ.